ബിഗ് ബോസ് മലയാളം സീസൺ 7 നമ്മുടെ ഷാനവാസിന് നമ്മൾ സീക്രട്ട് ടാസ്ക് കൊടുത്തല്ലോ. ആ സമയത്ത് നമ്മുടെ ആദിലയെ പ്രാങ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഷാനവാസ് തെരഞ്ഞെടുത്തത് നമ്മുടെ സാബുമോൻ, അതുപോലെ ആര്യൻ, അക്ബർ, ലക്ഷ്മി, നെവിൻ ഇവരെയാണ്. ഇവിടെ അനീഷിനെ തിരഞ്ഞെടുക്കാത്തത് കൊണ്ട് അനീഷ് നല്ല സങ്കടമായിട്ടുണ്ടായിരുന്നേ. ഇനി നമ്മൾ തമ്മിൽ ഒരു സൗഹൃദമില്ല എന്നൊക്കെ തീർത്ത് പറഞ്ഞിരിക്കുകയാണ് അനീഷ്. ഇവിടെ അനീഷിനെ തെറ്റു പറയാൻ പറ്റത്തില്ല. കാരണം അനീഷിന്റെ വ്യൂ പോയിന്റിൽ നോക്കുവാണെങ്കിൽ കുറച്ചെങ്കിലും ഒരു അടുപ്പം ഉള്ളത് അയാൾക്ക് ഷാനവാസായിട്ട് മാത്രമാണ് കേട്ടോ. ആ ഷാനവാസ് അത് പറഞ്ഞില്ലല്ലോ എന്നൊരു വിഷമം. എന്നാലും ഷാനവാസിന്റെ രീതിയിൽ നോക്കുവാണെങ്കിൽ അക്ബറിനെ കൂടെ വിളിച്ചു കഴിഞ്ഞാൽ കൂട്ടത്തിൽ ആര്യനും നെവിനും കൂടെ പോരും. അത് കഴിഞ്ഞിട്ട് ലക്ഷ്മിനെയാണ് കൂടെ നിർത്തുന്നത്. അപ്പൊ ലക്ഷ്മിനെ വിളിക്കുന്ന സമയത്ത് സാബുമോനെ പറഞ്ഞിട്ട് ലക്ഷ്മി കൺവിൻസിങ് ആക്കിയിട്ട് കൂടെ നിർത്തും. എന്നാൽ ഇത് അനീഷിന്റെ അടുത്ത് പറഞ്ഞിട്ട് അതൊന്ന് കൺവിൻസിങ് ആക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ കേട്ടോ. കാരണം അനീഷ് ഇത് വിശ്വസിക്കുമെന്നില്ല. അത് മാത്രമല്ല, പ്രത്യേകിച്ച് എവിക്ഷന്റെ കാര്യമാണ്. അനീഷ് ചിലപ്പോഴേ ആതിരയല്ല എനിക്ക് നോമിനേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ പിന്നെ തീർന്നില്ലേ, ആ ഒരു സീക്രട്ട് ടാസ്ക് അവിടെ പൊളിയും. അതുകൊണ്ടൊക്കെ ആയിരിക്കാം പുള്ളിക്കാരൻ അനീഷിനെ മാറ്റി നിർത്തിയത്. സംഭവം സത്യമാണ്. ഇവിടെ അനീഷിന്റെ ഗെയിമിനെ ആർക്കും വിശ്വാസമില്ല. കാരണം എങ്ങനെ വിശ്വസിക്കും? അൺപ്രഡിക്റ്റബിൾ ആണ് നമ്മുടെ അനീഷിന്റെ ഗെയിം എന്ന് പറഞ്ഞത്. ചിലപ്പോഴേ ഷാനവാസുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആത്മാർത്ഥമായിരിക്കും, എന്നാൽ ഒരു ഗെയിമർ എന്ന നിലയിൽ അൺപ്രഡിക്റ്റബിൾ ആണ് നമ്മുടെ അനീഷിന്റെ ഗെയിം ഒക്കെ കേട്ടോ. അതുകൊണ്ട് തന്നെ അനീഷിന്റെ അടുത്ത് വിശ്വസിച്ചിട്ട് ഒന്നും പറയാൻ വേണ്ടിയിട്ട് ആരും നിൽക്കത്തില്ല. ഒരുവിധം ഇതൊരു ഗെയിമിന്റെ രീതിയിൽ നോക്കുവാണെങ്കിൽ സത്യത്തിൽ ഇതൊരു നമ്മുടെ അനീഷിന് ഒരു അഭിമാനം തന്നെയാണ് കേട്ടോ. കാരണം പുള്ളിക്കാരൻ ഒരു സ്ട്രോങ് പ്ലെയർ ആയിട്ടാണ് എല്ലാവരും അവിടെ കാണുന്നത്. ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്യാൻ അനീഷിനെ പറ്റത്തില്ല എന്നതുകൊണ്ട് തന്നെ ആയിരിക്കും എല്ലാവരും ഒന്ന് മടിക്കുന്നതും. അത് അനീഷിന് വിഷമമായി എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഈ ഒരു വിഷമം 1-2 ദിവസം കഴിയുമ്പോൾ മാറുമായിരിക്കാം. ഇപ്പോഴെന്തായാലും അനീഷ് പറയുന്നത് ഇനി ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പേ ഇല്ലെന്നൊക്കെ പറഞ്ഞാണ് നടക്കുന്നത്. നിനക്ക് ഇതുവരെ എന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഇനി ഈ ഒരു സൗഹൃദം ഇനി ഉണ്ടാവില്ല, നിർത്തുക എന്നൊക്കെയാണ് പറയുന്നത്.